ജ്യോതി പ്രകാശ് നിരാലയെ അറിയില്ലേ? എങ്ങനെ മറക്കും നമ്മൾ, അല്ലേ? കഴിഞ്ഞ വർഷം റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഇന്ത്യ മരണാനന്തര ബഹുമതിയായി അശോക് ചക്ര സമ്മാനിച്ച് ആദരിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് കമാൻഡോ ജ്യോതി പ്രകാശ് നിരാല. ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെ നേതാക്കൾ അടക്കമുള്ളവരെ ഏറ്റുമുട്ടലിലൂടെ വധിച്ച ധീര സൈനികൻ. 5 ഭീകരരെ വെടിവെച്ചു കൊന്ന ഒടുവിൽ അവരുടെ വെടിയേറ്റ വീരമൃത്യു വരിച്ച ജ്യോതി പ്രകാശ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കയ്യിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള അശോക് ചക്ര നിരാലയുടെ അമ്മയും ഭാര്യയും ഏറ്റുവാങ്ങുമ്പോൾ നിറഞ്ഞത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ മാത്രം കണ്ണായിരുന്നില്ല, മുഴുവൻ ഇന്ത്യക്കാരുടെയും കണ്ണുകളായിരുന്നു. कॉर्पोरल ज्योति प्रकाश निराला ने आतंकवादियों के साथ लड़ने में असाधारण वीरता का प्रदर्शन करते हुए अपने जीवन का सर्वोच्च बलिदान दिया. कॉर्पोरल ज्योति प्रकाश निराला की पत्नी श्रीमती सुषमा नंद, साथ में है उनकी माताजी श्रीमती मालती देवी. കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യയെ കാക്കാൻ പൊരുതിയ സൈനികൻ. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹപ്രവർത്തകർ നൽകിയ സ്നേഹമാണെന്ന നല്ല വാർത്തയിൽ ജ്യോതി പ്രകാശിന്റെ വീരമൃത്യുവോടെ അദ്ദേഹത്തിന്റെ കുടുംബം അനാഥമായി തീർന്നു. അമ്മ, സഹോദരിമാർ, ഭാര്യ, മകൾ ഇവരുടെ വിളക്കായിരുന്നു ജ്യോതി. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. ജ്യോതി പ്രകാശിന്റെ മരണത്തോടെ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു ആ കുടുംബം. സഹോദരിയുടെ വിവാഹത്തിന് ഓരോ സൈനികനും 500 രൂപ വീതം പിരിച്ച് 5 ലക്ഷം രൂപയുണ്ടാക്കി. പ്രിയ സുഹൃത്തിന്റെ ധീര സൈനികന്റെ കുടുംബത്തിന് നൽകി. സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് വിവാഹ ചടങ്ങുകൾക്ക് മുന്നിൽ നിന്നത് സൈനികരായിരുന്നു. വധുവിന്റെ കാൽപാദങ്ങൾ നിലത്തുപതിയാതെ മുട്ടുകുത്തിയിരുന്ന ഓരോ ചുവടുകളും സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി സൈനികർ വിവാഹ ചടങ്ങുകളിൽ സഹോദരിക്ക് സഹോദരന്റെ വേർപാട് അറിയിക്കാതെ നോക്കി. നമ്മൾ സുരക്ഷിതരായി ഉറങ്ങാൻ, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ജീവൻ പണയം വെച്ച നാടിനെ കാക്കുന്നവരാണ് സൈനികർ. മനസ്സ് നിറഞ്ഞ തല ഉയർത്തിക്കൊടുക്ക ഇവർക്കൊരു ബിഗ് സല്യൂട്ട്. പ്രിയ സൈനികരെ, ഹൃദയമിടിപ്പ് പോലെ ഞങ്ങളിലുണ്ടാകും നിങ്ങൾ. Club FM UAE നല്ല വാർത്ത ബൈ മിനി പദ്മ.